വെൽക്കം ടു കോമഡി ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിന്ന് PSC കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഹിസ്റ്ററിയിലെ കുറച്ച് സിലബസ് നോക്കാം. ഹായ് ഓൾ, വെൽക്കം ടു കോമഡി ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്കിന്ന് PSC കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ സിലബസ് നോക്കാം. സിലബസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയുടെ സിലബസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ എക്സ്പെക്ട് ചെയ്യുന്ന ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ സിലബസിൽ തന്നെയായിരിക്കും, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല പുതിയതായിട്ട് വരുന്നതിൽ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളാം. ഇവിടെ നമുക്ക് PYQs ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് കിട്ടും. അതുകൂടാതെ PYQ, ഡെയിലി ഫ്രീ ക്യൂസ്, കറന്റ് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ PDF അടക്കമാണ് നമുക്കിവിടെ. അതുകൂടാതെ നമുക്ക് എക്സാം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് റാങ്കും അതുകൂടാതെ അതിന്റെ പെർഫോമൻസ് അനാലിസിസ് ഒക്കെ നമുക്ക് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഒരു നോളജ് കിട്ടുന്ന ഒരു ആപ്പ് തന്നെയാണ് നമുക്ക് CCയുടെ ഒരു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഓർക്കേണ്ടത് ഹിസ്റ്ററി തന്നെ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഹിസ്റ്ററി വരുന്നത് 5 മാർക്സിന്റെ ആണ് വരുന്നത്. പക്ഷെ 5 മാർക്കിന്റെയാണ് ഹിസ്റ്ററി ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താണ് കുറച്ചേ പഠിക്കാനുള്ളൂ എന്ന് വിചാരിക്കേണ്ട. നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ, ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള ഹിസ്റ്ററി ആണ് നമ്മൾ ആദ്യമേ ആരംഭിക്കുന്നത്. അപ്പൊ കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ കുറച്ചാണ് കൊടുത്തിട്ടെങ്കിലും നമ്മൾ എന്താണ് ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഇവിടെ പഠിക്കേണ്ടത് അല്ലെ. അപ്പൊ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പോർച്ചുഗീസുകാര്, ഫ്രഞ്ചുകാര് അല്ലെ, പോർച്ചുഗീസ്, ഡച്ച്, അതുപോലെ തന്നെ ഫ്രഞ്ച്, ബ്രിട്ടീഷ്, അങ്ങനെ നമുക്ക് യൂറോപ്യൻസിന്റെ ആഗമനം എങ്ങനെയാണ്, അതുകൂടാതെ ആദ്യമായിട്ട് വരുന്നത് ആരാണ്, ഇവരുടെ കോൺട്രിബ്യൂഷൻസ്, ഇപ്പൊ കേരളത്തിൽ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻസ്, ഇപ്പൊ കേരളത്തിലെ ആയാലും നമുക്ക് അവർ ആദ്യമായിട്ട് തുടങ്ങിയ ഫോർട്ട് ഏതാണ്, അതുകൂടാതെ അതുമായിട്ട് അവർ തുടങ്ങിയ മാർക്കറ്റ് ഏതാണ്, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതാണ്, അവരുടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണ് എന്നാണ് ഇവിടെ പഠിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് അതുകൂടാതെ നെക്സ്റ്റ് പഠിക്കേണ്ടത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം ദ മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ. അതായത് നമുക്ക് ട്രാവൻകൂറിന്റെ ചരിത്രം. ദെൻ നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ട്രാവൻകൂറിന്റെ ചരിത്രമാണ്. മാർത്താണ്ഡവർമ്മ തൊട്ട് നമുക്ക് എന്താണ് ആ ഒരു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുള്ള ചരിത്രം, അവരുടെ വരെയുള്ള ആ ഒരു ചരിത്രമാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഈ മാർത്താണ്ഡവർമ്മ കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി അധികം തിരുവിതാംകൂർ രാജാക്കന്മാർ വരുന്നുണ്ട് അല്ലെ. റാണി ഗൗരി ലക്ഷ്മിബായി തൊട്ട് അവരുടെ ഒക്കെ ഒരു പാർവതിബായി, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്, അതുകൂടാതെ ശ്രീ ചിത്ര തിരുനാളുമായിട്ട് റിലേറ്റ് ചെയ്ത്, ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുമായിട്ട് റിലേറ്റ് ചെയ്ത ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്, അതുകൂടാതെ തിരുക്കൊച്ചി സംയോജനം, കേരള ഫോർമേഷൻ, ഇതൊക്കെ അവിടെ പഠിക്കണം. ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്, നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള. ഇനി അതുകൂടാതെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആൻഡ് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരളയാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് പഠിക്കുമ്പോൾ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്, ഒത്തിരി നമുക്ക് സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് വരുന്നു. അതുകൂടാതെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒത്തിരി അധികം റിനൈസൻസ് ലീഡേഴ്സിനെ, കേരള റിനൈസൻസ് ലീഡേഴ്സിനെ അവിടെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു അല്ലെ, ശ്രീനാരായണ ഗുരു, അതുകൂടാതെ വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി, ഇനി കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഡോക്ടർ പൽപ്പു, അങ്ങനെ ഒത്തിരി അധികം സോഷ്യോ റിലീജിയസ് മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു റിനൈസൻസ് ലീഡേഴ്സിനെ പഠിക്കണം. ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വരുന്ന ആ ഒരു മൂവ്മെന്റ്സുകൾ, റിഫോം മൂവ്മെന്റ്സുകൾ എന്തൊക്കെയെന്ന് പഠിക്കണം. അതായത് SNDP, NSS, അതുകൂടാതെ സഹോദര സംഘം, അങ്ങനെ കുറച്ചധികം ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത നമ്മുടെ നാഷണൽ മൂവ്മെന്റ്സുകൾ, കേരളത്തിൽ വരുന്ന നാഷണൽ മൂവ്മെന്റ്സുകൾ, അതുകൂടാതെ അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയുടെ ലിറ്റററി സോഴ്സസ് ആണ് അവിടെ പഠിക്കേണ്ടത്. അപ്പൊ അവിടെ ഒത്തിരി ലിറ്റററി ഫിഗേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ലിറ്റററി ഫിഗേഴ്സ്, അവരുടെ ആ ഒരു വർക്കുകൾ എന്തൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് യുണൈറ്റഡ് കേരള മൂവ്മെന്റ്സ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ദ കേരള ആഫ്റ്റർ 1956. ഇനി ഇവിടെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്സ്, അതായത് നമ്മുടെ കേരള സംയോജനം, അതായത് തിരുക്കൊച്ചിയും അതുകൂടാതെ മലബാറും തമ്മിലുള്ള ആ ഒരു സംയോജനം, ഇനി അതിലേക്ക് നയിച്ച കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും സോഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ഹിസ്റ്ററിയാണ് നമ്മളവിടെ പഠിക്കേണ്ടത്. ഇനി അത് കൂടാതെ ആഫ്റ്റർ 1956, അതായത് കേരളം രൂപം കൊണ്ടു അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ എന്തെല്ലാം
എന്നവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ ഇത്രയാണ് നമ്മൾ കേരള ഹിസ്റ്ററിയിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നോക്കേണ്ട കാര്യം. ഇതിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നോക്കി വെക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സുകൾ, ഇതും അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ നിന്നാണ് ഒട്ടനവധി ക്വസ്റ്റ്യൻസുകൾ അവിടെ ചോദിച്ചത്, റിപ്പീറ്റ് അടിച്ച് PSC ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്സ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ 1857 റിവോൾട്ട്. അതായത് നമുക്ക് PSCയിലെ PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് 1857 റിവോൾട്ട്. അവിടെ തൊട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ 1857 റിവോൾട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കി വെക്കേണ്ട ഏരിയ എന്ന് പറയുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തെന്ന് അല്ലെ 1857 മെയ് 10 നമ്മൾ പഠിക്കും. ഇനി ഇന്ത്യയുടെ ഓരോ ഏരിയാസിലും അല്ലെ, അതായത് ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യ അടക്കമുള്ള ഓരോ ഏരിയാസിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൽഹിയില്, അതുകൂടാതെ മീററ്റ് അല്ലെ, മീററ്റില്, അങ്ങനെ ഒട്ടനവധി ഏരിയ ഉണ്ട്, കാൺപൂർ, ഇവിടെയൊക്കെ നേതൃത്വം കൊടുത്ത ആരെല്ലാം എന്നവിടെ പഠിക്കണം. അതായത് ആ ഒരു 1857 റിവോൾട്ടിന് നേതൃത്വം കൊടുത്ത ആരില്ല. അപ്പൊ അവിടെ നമ്മൾ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. റാണി ലക്ഷ്മിബായി, അതുകൂടാതെ താന്തിയ തോപ്പി, അങ്ങനെ കുറച്ചനവധി ആളുകളുണ്ട്. അവർ ഏതെല്ലാം ഏരിയാസിലാണ് റിവോൾട്ട് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത് എന്നടക്കം അവിടെ പഠിച്ചു വെക്കണം. അതാണ് അവിടെ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അവിടെ അതാണ്. നെക്സ്റ്റ് വരുന്നതാണ് INC, ഫോർമേഷൻ ഓഫ് INC. ഈ INC പഠിക്കുമ്പോൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, നമുക്ക് 1885 തൊട്ട് നമുക്ക് INCയുടെ ഒട്ടനവധി സ്റ്റിൽ ഇപ്പൊ വരെ നമുക്ക് INCയുടെ സെഷൻസ് പഠിക്കണം. പക്ഷെ അങ്ങനെ INCയുടെ സെഷൻസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു INC എന്ന് പറഞ്ഞ സെക്ഷൻ 2-3 ദിവസം വരെ ഇരുന്ന് പഠിച്ചാലും തീരാത്ത ഒട്ടനവധി സെഷൻസുകളും പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയല്ല അവിടെ പഠിക്കേണ്ടത്. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള INC സെഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ ആ ഒരു INC സെഷൻ ഏതാണ്, ഗാന്ധിജി പ്രസിഡന്റ് ആയിട്ടുള്ളത് ഏതാണ്, വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് ഏത് INC സെഷനിലാണ്, ജനഗണമന ആലപിച്ചത്, ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള INC സെഷൻസ് ഉണ്ട്. അത് മാത്രം അവിടെ പഠിച്ചാൽ മതി. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് സ്വദേശി മൂവ്മെന്റ്, അതുകൂടാതെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, ഇവിടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സോഷ്യോ റിഫോം മൂവ്മെന്റ്സുകൾ, നമ്മുടെ ഇന്ത്യയിലെ സോഷ്യോ റിഫോംസ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി സോഷ്യോ റിഫോംസ് മൂവ്മെന്റ്സ് ഉണ്ട് അല്ലെ. അതായത് ആര്യ സമാജം, രാമകൃഷ്ണ മിഷൻ, അങ്ങനെ ഒട്ടനവധി സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ്സ് ഉണ്ട്. ഇതവിടെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വരുന്നത് ന്യൂസ് പേപ്പേഴ്സ് ആണ്. ഇന്ത്യയിലെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ്, അതുകൂടാതെ ലിറ്ററേച്ചർ, ആർട്സ് ആൻഡ് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾസിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ന്യൂസ് പേപ്പേഴ്സ്, അതുകൂടാതെ അവിടുത്തെ ലിറ്ററേച്ചർ, ആർട്സ്, അതുകൂടാതെ ഫ്രീഡം സ്ട്രഗിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കുറെ ആ ഒരു ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്സുകൾ, ഇതെല്ലാം അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനദർ ഒരു പോയിന്റ് ആണ് മഹാത്മാഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻസ്. അതായത് മഹാത്മാഗാന്ധി മെയിൻ ആയിട്ട് ഇന്ത്യയിൽ വരുന്നത് തുടക്കം, ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതടക്കം അല്ലെ, ആ ഒരു കാര്യങ്ങൾ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ, അതായത് ഗാന്ധിജിയുടെ ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങൾ, സ്റ്റിൽ ഗാന്ധിജി ആ ഒരു മരണം വരിക്കുന്നത് വരെ അല്ലെ ഉള്ള ആ ഒരു കാര്യങ്ങൾ എന്തെല്ലാം എന്ന് അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ പഠിക്കണം. അതിനുശേഷം നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, ഗാന്ധിജിക്ക് ശേഷമുള്ള ആ ഒരു കാര്യങ്ങൾ, അതായത് നമുക്ക് ഇൻഡിപെൻഡൻസിന് ശേഷം അല്ലെ അതിന്റെ ആ ഒരു സ്റ്റേറ്റ് റെക്കഗ്നേഷൻ, എഡ്യൂക്കേഷൻസ് ആൻഡ് ടെക്നോളജി, അതായത് ആ ഒരു ഇന്ത്യ ഫോം ചെയ്യുന്നതും നമുക്ക് ഇന്ത്യ വിഭജന കാര്യങ്ങൾ അവിടെ പഠിക്കണം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനങ്ങള്, അതിന്റെ ആ ഒരു അവിടുത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം എന്നും, അതുകൂടാതെ നെക്സ്റ്റ് നമുക്ക് ആ സമയത്തുള്ള എഡ്യൂക്കേഷൻസ്, അതുമായിട്ട് റിലേറ്റ് അതിന് ശേഷമുള്ള എഡ്യൂക്കേഷന്റെ വളർച്ച എങ്ങനെയാണ്, ടെക്നോളജിയുടെ വളർച്ച എങ്ങനെയാണ്. ഇനി അതിനുശേഷം ഫോറിൻ പോളിസി, ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്താണ്, അപ്പൊ ഇവിടെ നോൺ അഗ്രഷൻ മൂവ്മെന്റ്, അപ്പൊ ഇവിടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്താണ് എന്നടക്കം നമ്മളവിടെ പഠിച്ചു വെക്കണം. ഇനി ഇന്ത്യസ് ഇൻഡിപെൻഡന്റ് ഡെവലപ്മെന്റ് ഇൻ സയൻസ്, അതായത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള ഇന്ത്യയുടെ വളർച്ച ഏതെല്ലാം അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നടക്കമാണ് നമുക്ക് ഇന്ത്യ ഹിസ്റ്ററിയിൽ നമ്മളവിടെ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട മോസ്റ്റ് അല്ലെങ്കിൽ അതായത് ഇത് ഇട്ടുപോകേണ്ടതല്ലാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്, അതായത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അതാണ് 1857 റിവോൾട്ട്,
INC, അതുകൂടാതെ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് മഹാത്മാഗാന്ധി, അതുകൂടാതെ സ്വദേശി മൂവ്മെന്റ്സ് അടക്കമുള്ള കുറച്ച് മൂവ്മെന്റ്സുകൾ. പിന്നെ നെക്സ്റ്റ് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്, ന്യൂസ് പേപ്പേഴ്സ്. ഇത് എന്ത് തന്നെ വന്നാലും അവിടെ പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അതായത് നമ്മൾ റെവല്യൂഷൻസ് തൊട്ടാണ് പഠിക്കുന്നത്. അപ്പൊ റെവല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെ, ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റെവല്യൂഷൻ തൊട്ടാണ് പഠിച്ചു തുടങ്ങേണ്ടത്. നെക്സ്റ്റ് അമേരിക്കൻ റെവല്യൂഷൻസ്, റഷ്യൻ റെവല്യൂഷൻസ്, ചൈനീസ് റെവല്യൂഷൻസ്, അതുകൂടാതെ ഫ്രഞ്ച് റെവല്യൂഷൻസ്. ഇത്രയും റെവല്യൂഷൻസ് ആണ് അവിടെ പഠിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് റഷ്യൻ റെവല്യൂഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കും, അതുകൂടാതെ അമേരിക്കൻ റെവല്യൂഷൻസ് ചോദിക്കും. അപ്പൊ 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. എന്നാൽ കൂടി ബാക്കിയുള്ളതൊക്കെ അവിടെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, റഷ്യൻ റെവല്യൂഷൻസ്, ചൈനീസ് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻസ്, അതുകൂടാതെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അവിടെ പഠിക്കണം. നെക്സ്റ്റ് പഠിക്കേണ്ടത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള നമ്മുടെ ആ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്താണ്, അതായത് നമുക്ക് UNOന്റെ ഫോർമേഷൻസ് പഠിക്കാനുണ്ട്. UNOയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള UNOന്റെ ആ ഒരു UNOന്റെ ആ ഒരു സ്ഥാപനം തൊട്ട് അല്ലെങ്കിൽ ആ ഒരു ഇയർ തൊട്ട് UNOന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ എന്തെല്ലാം, ഇവിടെ കുറച്ച് കറന്റ് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇവിടെ വരും കേട്ടോ. നെക്സ്റ്റ് അതിനുശേഷം നമുക്ക് വേൾഡ് വാറിന് ശേഷമുള്ള കോൾഡ് വാർ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള കോൾഡ് വാർ അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചു പോകേണ്ടത്. അപ്പൊ ഇത്രയാണ് നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ തവണ ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നോക്കുന്നത്. നോക്കിക്കേ, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി ചേരുംപടി ചേർക്കുക. താഴെ നൽകിയിരിക്കുന്ന കോഡിന്റെ സഹായത്തോടെ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഡോക്ടർ പൽപ്പു, ബാരിസ്റ്റർ GP പിള്ള, വൈകുണ്ഠസ്വാമി, സഹോദരൻ അയ്യപ്പൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സോഷ്യോ റിലീജിയസ്, നമ്മുടെ കേരളത്തിലെ റിനൈസൻസ് ലീഡേഴ്സ് ആണ് അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ഇവിടെ ഡോക്ടർ പൽപ്പു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈഴവ മെമ്മോറിയൽ അല്ലെ. ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് ഈഴവ മെമ്മോറിയൽ ആണ് അല്ലെ. 1896 ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടതാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. എന്താണത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? അതായത് അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുകൂടാതെ അവിടെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഈഴവരുടെ ആ ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സമർപ്പിച്ച ഒരു മെമ്മോറിയലാണ്, ഒരു നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അത് ഓർത്തു വെച്ചൂടാ. ഇനി അത് മലയാളി മെമ്മോറിയൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇനി ഡോക്ടർ പൽപ്പുവിനെ പറ്റി പറയുകയാണെങ്കിൽ 1903 നമുക്ക് SNDP അല്ലെ, SNDP തുടങ്ങാനായിട്ട് പ്രചോദനം അല്ലെങ്കിൽ അതിലെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബാരിസ്റ്റർ GP പിള്ള അല്ലെ, മലയാളി മെമ്മോറിയൽ അല്ലെ. മലയാളി മെമ്മോറിയലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വക്താവ് അല്ലെങ്കിൽ അതിന്റെ മെയിൻ ലീഡർ എന്ന് പറയുന്നത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇനി ഇത് സമർപ്പിക്കപ്പെട്ടത് 1891 അല്ലെ. 1891 ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കപ്പെട്ടത്. അപ്പൊ ഇവിടെ എന്തായിരിക്കാം? അതായത് തിരുവിതാംകൂർ അല്ലെ, തിരുവിതാംകൂർ ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓഫീസുകളിൽ തിരുവിതാംകൂർ സ്വദേശികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ സ്വദേശികളുടെ ഒരു റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്തുക എന്നതിന്റെ ഭാഗമായിട്ടാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരാളാണ് വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമപന്തി ഭോജനം അല്ലെ, സമപന്തി ഭോജനം. ഇവിടെ എന്താണ് വൈകുണ്ഠസ്വാമി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റിഫോം അല്ലെങ്കിൽ ഒരു റിനൈസൻസ് ലീഡർ ആണ്. അപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് സ്വാമിത്തോപ്പ് അല്ലെ, നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പ് അല്ലെ, ഇവിടെയാണ് അദ്ദേഹം, ഒരു ചന്നാർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചു വീഴുന്നത്. ഇനി ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി അല്ലെ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഇനി അദ്ദേഹത്തിന്റെ ആ ഒരു സംഘടനയാണ് സമത്വ സമാജം എന്ന് പറയുന്നത് അല്ലെ, സമത്വ സമാജം. ഇനി അദ്ദേഹത്തിന്റെ ഒരു മൂവ്മെന്റ് ആണ് മുന്തിരിക്കിണർ എന്ന് പറയുന്നത് അല്ലെ, മുന്തിരിക്കിണർ. ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളാം. ഇനി അദ്ദേഹത്തിന്റെ 2 കൃതികളാണ് അഖില തിരുട്ടും അരുൾനൂലും അല്ലെ. അഖിലത്തിരുട്ടും അരുൾനൂൽ. ഇനി അതുകൂടാതെ അദ്ദേഹത്തിന്റെ ആരാധനാലയം നിഴൽ താങ്കൾ അല്ലെ, നിഴൽ താങ്കൾ. ഈ വേർഡുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളാം. നിഴൽ താങ്കൾ അല്ലെ, നിഴൽ താങ്കൾ. ഇനി അദ്ദേഹത്തിന്റെ ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്ന് പറയുന്നത്, അയ്യാവഴി. അപ്പൊ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ ഓർത്തു വെച്ചോളാം. നെക്സ്റ്റ് വരുന്നതാണ് സഹോദരൻ അയ്യപ്പൻ അല്ലെ. സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മിശ്രഭോജനമാണ്. 1917 ചെറായിലാണ് അല്ലെ, ചെറായിലാണ്
അദ്ദേഹം മിശ്ര ഭോജനം സംഘടിപ്പിച്ചത്. ഇനി സഹോദരൻ അയ്യപ്പനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തു വയ്ക്കുക. സഹോദരൻ എന്ന് പറയുന്ന പത്രം അല്ലെ, ഇതിൽ നിന്നാണ് അദ്ദേഹത്തിന് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു പേര് വന്നത്. ഈ കാര്യങ്ങളൊക്കെ അവിടെ ഓർത്തു വെച്ചോളാം. ഇങ്ങനെ ഒട്ടനവധി റിനൈസൻസ് ലീഡേഴ്സിന്റെ, ഇപ്പൊ ഇത് മാത്രമല്ല, ഇപ്പോ ഡോക്ടർ പൽപ്പു, ബാരിസ്റ്റർ ജി.പി. പിള്ള, വൈകുണ്ഠസ്വാമി, സഹോദരൻ അയ്യപ്പൻ മാത്രമല്ല, ശ്രീനാരായണ ഗുരു അടക്കമുള്ള, ചട്ടമ്പി സ്വാമി അടക്കമുള്ള ഒത്തിരി അനവധി റിനൈസൻസ് ലീഡേഴ്സിനെയും അവരുടെ പ്രസ്ഥാനങ്ങളെയും അവരുടെ മൂവ്മെന്റ്സുകളെയും പറ്റി കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു പോകണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് ഈഴവ മെമ്മോറിയലാണ്, ബാരിസ്റ്റർ ജി.പി. പിള്ള മലയാളി മെമ്മോറിയൽ, വൈകുണ്ഠസ്വാമി സമപന്തി ഭോജനം അല്ലെ, സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് മിശ്ര ഭോജനമാണ്. ഇത് കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്ത് വെക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. താഴെ പറയുന്നവ കാലഗണനാ ക്രമത്തിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, സൈമൺ കമ്മീഷൻ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ചമ്പാരൻ സത്യാഗ്രഹം. താഴെ കൊടുത്ത കോഡിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻ എ, ബി, സി, ഡി ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? അപ്പൊ ഇനി നോക്കിക്കോളാം. ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1917 അല്ലെ, 1970 ചമ്പാരൻ സത്യാഗ്രഹം വരുന്നത്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് വരുന്നത് 1980 അല്ലെ, 1980. സൈമൺ കമ്മീഷൻ വരുന്നത് 1927 ഇന്ത്യയിൽ എത്തിയത് 1928. അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1928. ദ നെക്സ്റ്റ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരുന്നത് 1942. ഇനി എന്താണ് ചമ്പാരൻ അഹമ്മദാബാദ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചമ്പാരൻ, അഹമ്മദാബാദ് എന്തായിരിക്കാം ഇത്? അതായത് നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം മൂന്ന് മൂവ്മെന്റ്സുകൾ വന്നു അല്ലെ. ആദ്യമായിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ അദ്ദേഹം ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം അദ്ദേഹം സബർമതി ആശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആശ്രമം സ്ഥാപിച്ച് അദ്ദേഹം ഇന്ത്യയെ പറ്റി പഠിക്കുകയായിരുന്നു. അതിനുശേഷം 1970 അദ്ദേഹം ആദ്യത്തെ ഒരു സത്യാഗ്രഹം നടത്തിയതാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആ ഒരു കാലയളവിൽ അദ്ദേഹം 3 പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങളാണ് നടത്തിയത്. ഒന്ന് ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ. കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. ചമ്പാരൻ, അഹമ്മദാബാദ്, അതുകൂടാതെ ഖേദ. ഖേദ വരുന്നത് 1980 അഹമ്മദാബാദും വരുന്നത് 1980 ഇനി ചമ്പാരൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? ബീഹാറിലാണ് അല്ലെ. ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് നീലം കർഷകരുടെ അവരുടെ തിങ്കദിയ എന്ന സിസ്റ്റം, തിങ്കദിയ ഓർ തീൻകടിയ എന്ന് പറഞ്ഞാലും ശരിയാണ്, തീൻകടിയ സിസ്റ്റത്തിനെതിരെ അദ്ദേഹം നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഇത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരമാണ്. അതായത് അവിടുത്തെ അഹമ്മദാബാദ് എന്ന് പറയുമ്പോൾ ഗുജറാത്തിലാണ് അല്ലെ. ഗുജറാത്തിലെ മിൽ തൊഴിലാളികൾക്ക് അല്ലെ, ഗുജറാത്തിലെ മിൽ തൊഴിലാളികളുടെ അവരുടെ വേതനം അല്ലെങ്കിൽ പ്ലേഗ് ബോണസ് ഒക്കെ വെട്ടിക്കുറച്ചു. അതിനെതിരെയും അതുകൂടാതെ അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ സമരം, അല്ലെങ്കിൽ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അതിനകത്തൊന്ന് ഖേദ എന്ന് പറയുന്നത് അല്ലെ. ഖേദ 1980 ഇതും ഗുജറാത്തിലാണ് അല്ലെ. ഗുജറാത്തിലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ കർഷക സമരം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ കർഷക സമരമാണ് ഖേദ സത്യാഗ്രഹം. ഇത് 3 കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കുക. ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ. ചമ്പാരൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സത്യാഗ്രഹം, അഹമ്മദാബാദ് ആദ്യത്തെ നിരാഹാരം, ഖേദ ആദ്യത്തെ കർഷക സമരം. ദെൻ നെക്സ്റ്റ് സൈമൺ കമ്മീഷൻ 1927 അല്ലെ. അതായത് ഇന്ത്യയുടെ ഭരണപരിഷ്കാരങ്ങൾ, ഇന്ത്യയിൽ പുതിയ ഭരണം നടപ്പിലാക്കുക എന്നതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിൽ വരുത്തി, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു 7 അംഗ സമിതിയാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെ സൈമൺ ഗോ ബാക്ക് എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടി ഇന്ത്യ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. 1928 ഇന്ത്യയിൽ വരികയും ദെൻ അതിനുശേഷം 1928 ഇത് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് ലാലാ ലജ്പത് റായ് നമുക്ക് ലാത്തി ചാർജ് ഏറ്റ് പിന്നീട് ആ ഒരു പരിക്ക് മൂലം അദ്ദേഹം മരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം മരിക്കുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോളാം. ദ നെക്സ്റ്റ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് 1942 ഇന്ത്യ വിടുക അല്ലെ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് 1942 നമ്മുടെ മുംബൈയിലെ. ഇനി ദ നെക്സ്റ്റ് വരുന്നത് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 ഗോവാലിയ ടാങ്ക് മൈതാനം, അതായത് ആഗസ്റ്റ് സംക്രാന്തി മൈതാനത്തിലാണ് ഒരു സ്പെഷ്യൽ കോൺഗ്രസിന്റെ സെഷനിൽ വെച്ചിട്ടാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അല്ലെങ്കിൽ കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റെസൊല്യൂഷൻ പ്രമേയം പാസ്സാക്കുന്നത് തന്നെ. ഇനി ഇതിനെ ഓഗസ്റ്റ് വിപ്ലവം എന്നും കൂടി ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഗാന്ധിജിയുടെ ഫേമസ് ആയിട്ടുള്ള വേർഡ്സ് ഡു ഓർ ഡൈ എന്നൊക്കെ പറയുന്നത് ഈ കിറ്റ് ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പൊ ഈ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ
ഓർത്ത് വെക്കണം. അതിന്റെ ഡേറ്റ് അടക്കം ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, താഴെ പറയുന്നതിൽ ഏതാണ് 1917 റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടത്? നോക്കിക്കോളാ, സാസുകളുടെ ഏകാധിപത്യം, ബോസ്റ്റൺ ടീ പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം, സ്റ്റാമ്പ് ആക്ട്. താഴെ കൊടുത്ത കോഡിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കും റഷ്യൻ വിപ്ലവവുമായിട്ട് റിലേറ്റ് ചെയ്ത്? 1917 റഷ്യൻ വിപ്ലവം. അതായത് റഷ്യ ഫസ്റ്റ് വേൾഡ് വാറിൽ പിന്മാറാനായിട്ടുള്ള ഒരു റീസൺ ആയിട്ട് എടുത്ത് പറയുന്നത് റഷ്യൻ വിപ്ലവമാണ് അല്ലെ, റഷ്യൻ വിപ്ലവം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് അല്ലെ, സോഷ്യലിസ്റ്റ് ആ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് റഷ്യൻ റെവല്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ സാർസുകളുടെ ഏകാധിപത്യവും അതുകൂടാതെ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണമാണ് നമുക്ക് ഇവിടെ എന്താ ഈ വിപ്ലവവുമായിട്ട് മെയിൻ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 1ഉം 3ഉമാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. ഇനി ഇവിടെ ബോസ്റ്റൺ ടീ പാർട്ടി, സ്റ്റാമ്പ് ആക്ട്, ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ അല്ലെ, അമേരിക്കൻ റവല്യൂഷൻ, അമേരിക്കൻ ഇൻഡിപെൻഡന്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. അതായത് അവിടെ ആ ഒരു ടീ ആക്ടിനെതിരെ അവിടെയുള്ള റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച് കുറച്ച് ആളുകൾ പോർട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഷിപ്പിൽ കയറുകയും അവിടെയുള്ള ടീ കാസ്കുകൾ, അതായത് ടീ ബോക്സുകൾ കടലിലേക്ക് എറിഞ്ഞ് കളയുകയും ചെയ്തൊരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 13 കോളനീസ്, അതായത് അമേരിക്കൻ കോളനീസിനെതിരെ അല്ലെങ്കിൽ കോളനീസിൽ കൊണ്ടുവന്ന ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ആക്ടാണ് സ്റ്റാമ്പ് ആക്ട്. അതായത് നമുക്ക് ഈ കോളനികൾക്കിടയിൽ, അതായത് നമുക്കറിയാം 13 കോളനികളുണ്ട് അല്ലെ, ആ ഒരു അമേരിക്കൻ ഇൻഡിപെൻഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയുന്ന 13 കോളനീസ്. ഈ 13 കോളനീസിൽ എന്തെങ്കിലും നമുക്ക് ആ ഒരു ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതുകൂടാതെ എഴുത്ത്, ഇതിലൊക്കെ എന്താണ് ആ ഒരു ബ്രിട്ടൻ അംഗീകരിച്ച ഒരു സ്റ്റാമ്പ് അവിടെ പതിപ്പിക്കണം, ഇത്ര രൂപയുടെ സ്റ്റാമ്പ് പതിപ്പിക്കണം എന്നൊരു ആക്ടാണ് സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അവര് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈ അമേരിക്കൻ കോളനീസിൽ, അതായത് അമേരിക്കയിലെ 13 കോളനി, ഈ 13 കോളനികളിൽ ഇവർ കൊണ്ടുവന്ന ഒരു നയമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നയമാണ് മെർക്കന്റലിസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊക്കെ വരുന്നതാണ് ഈ സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ എതിരായിട്ടാണ് ഈ അമേരിക്കൻ റവല്യൂഷൻ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് റഷ്യൻ റവല്യൂഷനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്കറിയാം സർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിലാണ് ആര് വരുന്നത്? റഷ്യ വരുന്നത് അല്ലെ. അതിനുശേഷം റഷ്യയിൽ എന്താണ് ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം വന്നു. ഇതിനെയാണ് നമ്മൾ 1970 റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കൊരു സോഷ്യലിസ്റ്റ് ഭരണകൂടമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഒത്തിരി സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് സോവിയറ്റ് യൂണിയൻസ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾ, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടികൾ രൂപം കൊള്ളാണ് അല്ലെ. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടികൾ രൂപം കൊള്ളുന്നു. ഈ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി മെൻഷെവിക് എന്നും ബോൾഷെവിക് എന്നും രണ്ടായിട്ട് തിരിയാണ് അല്ലെ. ബോൾഷെവിക് എന്നും രണ്ടായിട്ട് തിരിയാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി മെൻഷെവിക്കും അതുകൂടാതെ ബോൾഷെവിക്കും, ഇതിന്റെ ലീഡേഴ്സിനെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. മെൻഷെവിക്കിന്റെ ലീഡേഴ്സ് ആരാണ്, ബോൾഷെവിക്കിന്റെ ലീഡേഴ്സ് ആരാണെന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. അപ്പൊ റഷ്യൻ റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് സംഭവ വികാസങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. നമുക്കറിയാം ഒക്ടോബർ വിപ്ലവം, ഫെബ്രുവരി വിപ്ലവം, ബ്ലഡി സൺഡേ, ഇതൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന റഷ്യൻ റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്ത് വയ്ക്കുക. ഇനി റഷ്യൻ റവല്യൂഷൻ മാത്രമല്ല ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കണം, അതുകൂടാതെ ചൈനീസ് റവല്യൂഷൻ പഠിക്കണം, അമേരിക്കൻ ഇൻഡിപെൻഡൻസ് പഠിക്കണം. ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്താണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷന്റെ ഒട്ടനവധി സംഭവങ്ങൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സംഭവങ്ങൾ ഓർത്ത് വയ്ക്കുക. അതായത് ബാസ്റ്റൈൽ കോട്ടയുടെ പതനം, അതുകൂടാതെ ടെന്നീസ് കോട്ടോത്ത്, അങ്ങനെ ബൂർബൻ രാജവംശം, അവരുടെ ആ ഒരു ഭരണകാര്യങ്ങള്, ലൂയി 14 ലൂയി 15 ലൂയി 16 ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറെ വേർഡ്സുകൾ അല്ലെ. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലൂയി 14, അതുകൂടാതെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15. അത് അങ്ങനെ കുറെ കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രധാനമായിട്ടുള്ള കുറച്ച് ആ ഒരു ഇയറും അതിന്റെ മന്തും ഡേയും കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ടെന്നീസ് കോർട്ടിന്റെ ഓത്തിന്റെ ആണെങ്കിൽ അതിന്റെ ഡേയും ഇയറും അതുകൂടാതെ മന്തും കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നെപ്പോളിയൻ ബോണോപ്പാർട്ട്, അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണകാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്ത് വെക്കണം. ഇനി അതുകൂടാതെ ചൈനീസ് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ മാവോ സേതൂങ്, ചിയാങ് കൈ ഷെക്ക്, അങ്ങനെ കുറേ ആളുകൾ, ആ ഒരു കുറേ ലീഡേഴ്സിന്റെ കാര്യങ്ങളും അവിടെ നടന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ അവിടെ ഓർത്ത് വെച്ചോളണം. ഇനി അമേരിക്കൻ ഇൻഡിപെൻഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ആണെങ്കിലും നമുക്ക് 13 ആ ഒരു കോളനീസ്, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ചധികം ഇയേഴ്സും ഡേറ്റും മന്തും കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്ത് വെച്ചോളണം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ മിക്കവാറും ചോദിക്കുക. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മാച്ച് ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ, അതുകൂടാതെ നമുക്ക് കാലഗണന അനുസരിച്ച് ഏതാണ് ആദ്യം നടന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാതെ നമുക്ക് ചോദിക്കുന്നത് മെയിൻ ആയിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ
ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾ അവിടെ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചുകൊള്ളാം. പിന്നെ അതുകൂടാതെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും ചോദിക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാച്ച് ദ ഫോളോവിംഗ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് കാലഗണനാ ക്രമത്തിൽ ഒരു ചെയ്യുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അവിടെ ചോദിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു അതിതീവ്ര പരിശീലനം അല്ലെങ്കിൽ അതിന്റെ ഒരു ബാച്ച്, പുതിയൊരു ബാച്ച് ആരംഭിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ആ ഒരു സിലബസിനനുസരിച്ച് ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡിംഗ് ക്ലാസ്സുകൾ വിത്ത് അതിന്റെ PDF നോട്ട്സുകൾ, അതുകൂടാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസുകൾ അടക്കം, എക്സാംസുകൾ അടക്കമാണ് നമുക്ക് തരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. മെന്ററിന്റെ സപ്പോർട്ടോട് കൂടി ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത സിലബസ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ ഓരോ ദിവസവും പഠിച്ചു പോകുകയാണ്. ഇനി വീക്കിലി നിങ്ങൾക്ക് ആ ആഴ്ചയിൽ എന്താണോ പഠിച്ചത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു എക്സാംസുകൾ ഉണ്ടാകും. അതുകൂടാതെ ഓരോ വീക്കും ഓരോ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ലൈവ് സെഷൻസ്. ഇപ്പൊ ലൈവ് സെഷൻസിൽ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഏരിയാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചൂടാ. അപ്പോൾ അതിതീവ്ര പരിശീലനം ആണ് അല്ലേ? അപ്പോൾ ഇപ്പോഴേ തന്നെ പുതിയ ബാച്ചാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇപ്പോഴേ തന്നെ ജോയിൻ ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ബേസ് ചെയ്ത് ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാലാണ് നമുക്ക് ഈ ഒരു എക്സാംസ് നമുക്ക് പാസ്സായി അല്ലെങ്കിൽ ആ ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.